മലപ്പുറം കാക്കഞ്ചേരി ദേശീയപാതയിൽ വിള്ളലുണ്ടായിരിക്കുന്നു. കിൻഫ്രയ്ക്ക് സമീപത്താണ് വിള്ളൽ രൂപപ്പെട്ടത്. അപ്പോൾ ഈ വിള്ളലിന്റെ ഇത് തീരുന്നില്ല എന്നുള്ളതാണ് കഥ. ഇങ്ങനെ വീണ്ടും രാഹുൽ കവിയാണ് വിവരങ്ങൾ വായിച്ചത്. രാഹുൽ, എത്രത്തോളം ഗൗരവമുള്ള വിള്ളലാണ് ഇപ്പോൾ മലപ്പുറം കൂരിയാട്ടെ സംഭവമൊക്കെ ദേശീയ തലത്തിൽ അക്കാര്യം ഗൗരവത്തിൽ എടുക്കപ്പെടുകയും അക്കാര്യത്തിലൊക്കെ അന്വേഷണം വരികയും ചെയ്തതാണ്. ഇപ്പോൾ മലപ്പുറം കാക്കഞ്ചേരിയിലെ ദേശീയപാതയിലെ വിള്ളൽ അത് എത്രത്തോളം ഗൗരവമുള്ളതാണ്? രതീഷ്, അത്ര ആശാവഹമായ കാര്യമല്ല ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്നത് എന്നതാണ്. ആദ്യം ചെറിയ ചെറിയ വരകളായിരുന്നു, പിന്നീട് അത് വിള്ളലുകളായി രൂപപ്പെട്ടിരിക്കുകയാണ്. കാക്കഞ്ചേരിയിൽ കിൻഫ്രയ്ക്ക് സമീപമാണ് 25 മീറ്ററോളം ദൂരത്തിൽ വിള്ളലുകൾ രൂപപ്പെട്ടിട്ടുള്ളത്. നാട്ടുകാർ സ്ഥലത്തേക്ക് കൂടുതലായി എത്തുകയും ചെയ്തു. സമയത്ത് ദേശീയപാത പണി ചെയ്യുന്ന ജീവനക്കാർ അവിടെ ഈ വിള്ളലുകൾ താൽക്കാലികമായെങ്കിലും അടയ്ക്കുന്നതിനുള്ള ശ്രമമാണ് നടത്തിയത്. തുടർന്ന് നാട്ടുകാർ അത് തടയുകയാണ് ഉണ്ടായത്. സിമന്റൊക്കെ ഉപയോഗിച്ച് അടയ്ക്കാനുള്ള ശ്രമം നടത്തി, പക്ഷെ അത് നാട്ടുകാർ തടഞ്ഞു എന്നുള്ളതാണ്. ദേശീയപാത ഉദ്യോഗസ്ഥർ വിദഗ്ധ സംഘം സ്ഥലത്ത് വന്ന് പരിശോധന നടത്തണം എന്ന ആവശ്യമാണ് നാട്ടുകാർക്കുള്ളത്. ഇല്ലെങ്കിൽ കൂരിയാട് സംഭവിച്ചതൊക്കെ പോലെ തന്നെ റോഡ് ഇടിഞ്ഞു വീഴുന്നതിനുള്ള ഒരു സാധ്യതയുണ്ട് എന്ന് നാട്ടുകാർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഒപ്പം ഈ ഇതുവഴി വാഹനങ്ങൾ നിലവിൽ കടത്തിവിടുന്നതുമില്ല. ദേശീയപാത വിദഗ്ധ സംഘം സ്ഥലത്ത് പരിശോധന നടത്തി ശാശ്വതമായ പരിഹാരം ഉണ്ടാക്കണം എന്നുള്ളത് തന്നെയാണ് നിലവിലുള്ള ആവശ്യം. ഈ തൊഴിലാളികളെ അവർ തടഞ്ഞ് തിരിച്ച് അയച്ചിരിക്കുകയാണ് ഇപ്പോൾ. രതീഷ്, നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം. കാക്കഞ്ചേരി ദേശീയപാതയിൽ കാക്കഞ്ചേരി ഭാഗത്താണ് ഈ വിള്ളൽ രൂപപ്പെട്ടിരിക്കുന്നത്. ആദ്യം വര പോലെ വരുന്നു, പിന്നീട് അവിടെ വിള്ളൽ രൂപപ്പെടുകയാണ് ചെയ്തിരിക്കുന്നത്. നിലവിൽ ഇപ്പോൾ കൂരിയാട്ട പോലത്തെ അവസ്ഥയൊന്നും ആയിട്ടില്ല. അങ്ങനെ ആകാതിരിക്കാനുള്ള നടപടി വേണമെന്നുള്ളതാണ് നാട്ടുകാരുടെ ആവശ്യം. രാഹുൽ കെവിയാണ് വിവരങ്ങൾ നൽകിയത്.